എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ ആറ്റിൻകര. നമ്മളിന്ന് ദശാവതാരത്തിലെ 5ാമത്തെ അവതാരമായ കൂർമാവതാരത്തെക്കുറിച്ച് പറയുന്നത്. ഇത് പുരാണത്തിൽ പറയുന്നത് 2ാമത്തേതാണ്. മത്സ്യകൂർമ്മവരാഹം 2ാമത്തെ അവതാരമായിട്ട് വരുന്ന ആണ് കഥകളിൽ വരുന്നത്. എന്നാൽ ഇത് കാലഘടന അനുസരിച്ച് ഇത് 5ാമത്തെ അവതാരമാണ്. ഇത് വളരെ സവിശേഷമായ ഒരു അവതാരമാണ്. കാരണം ഇതിനു മുമ്പ് നിങ്ങൾ ഒരിക്കലും കേൾക്കാൻ ഒരു ചാൻസും ഉണ്ടാകാത്ത ഒരു അവതാര കഥയാണ് ഈ കഥ. കാരണം അത് ഒരിക്കലും ആരും ഒരു ഹിസ്റ്റോറിയൻസ് എങ്ങും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യമാണത്. നമുക്കറിയാം, ഫസ്റ്റ് ബ്രാഹ്മണക്കേമം ഉണ്ടായത് BC 185 പുഷ്യമിത്ര ശുങ്കൻ എന്ന് പറഞ്ഞ സേനാപതി അവസാനത്തെ മൗര്യ രാജാവായ ബർഹദ്രരെ മുന്നിൽ നിന്ന് കുത്തിക്കൊന്നാണ് അദ്ദേഹം ശുങ്ക ഡൈനാസ്റ്റി ഉണ്ടാക്കിയെന്ന് പറയും. അത് BC 185 പുഷ്യമിത്ര ശുങ്കൻ. അപ്പം അന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും ഏതാണ്ട് 30 വർഷത്തോളം ഭരണം നടത്തിയ ആ സമയങ്ങൾ മുഴുവനും അദ്ദേഹം ബുദ്ധ മതക്കാരോടും ജൈനമതക്കാരോടും അതുപോലെ സ്വന്തം കൂടെ നിന്ന പിന്നെ ശത്രുവായി തീർന്ന ഈ ക്ഷത്രിയരോടൊക്കെ യുദ്ധം ചെയ്യാനാണ്, അല്ലെങ്കിൽ അവരെയൊക്കെ നശിപ്പിക്കാനാണ് പുള്ളിയുടെ ഈ ഭരണകാലം മുഴുവൻ ഉപയോഗിച്ചത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യത്ത് പുരോഗതി ഉണ്ടാകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകാനോ അവരുടെ ആൾക്കാർക്കല്ല യാഗോ ഏറ്റവും നടത്തി മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി എങ്കിൽ പോലും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാക്കാനൊന്നും അവർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഇതാണ് പകതീർക്കലായിരുന്നു പുള്ളിയെടുത്ത ടൈം മുഴുവൻ. അപ്പം അങ്ങനെ 185 മുതൽ 151 വരെ തകർക്കൽ തന്നെയാണ്. ബുദ്ധിസത്തെയും ജൈനസത്തെയും അതുപോലെ തന്നെ ഈ ക്ഷത്രിയവംശയും തകർക്കാൻ തന്നെ 35 വർഷം അദ്ദേഹം ഉപയോഗിച്ചു. അതിനുശേഷം 151 ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മകൻ മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ രാജാവായി വന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അഗ്നിമിത്രൻ ഏതാണ്ട് 10 വർഷം രാജ്യം ഭരിച്ചു. എന്നാൽ അച്ഛനെ പോലെ ഇതുപോലെ ക്രൂരനായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ബുദ്ധിസത്തോടും ജൈനസത്തോടും ഇങ്ങനെ ഇതുപോലെ ഹിംസാത്മകമായ പ്രവൃത്തിയൊന്നും ചെയ്തില്ല. അദ്ദേഹം ഭരണം നടത്തി. അദ്ദേഹം കുറച്ച് വീക്കായിരുന്നു. ഈ സമയത്താണ് ഈ ഗ്രീക്കുകാർ ആക്രമണം നടത്തുകയും ഗ്രീക്കിലെ ഒരു ഗ്രീക്ക് അന്റിയാൾസിഡാസ് എന്ന് പറഞ്ഞ രാജാവ് ഇവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഈ അഗ്നിമിത്രൻ പിന്നെ ഒരു വെസൽ സ്റ്റേറ്റ് ആയിട്ടാണ് ഭരണം നടത്തിയത്, അല്ലെങ്കിൽ ഒരു സാമന്ത രാജ്യമായിട്ട്. അതായത് ഇവിടെ നികുതി പിരിക്കുക, ഭരണം നടത്തുന്നുണ്ടെങ്കിൽ പോലും നികുതിയെല്ലാം പിരിക്കുക, നികുതി പിരിച്ച് വലിയ എമൗണ്ട് ഇതുപോലെ ഈ ഗ്രീക്ക് രാജാവിനെ കപ്പമായിട്ട് കൊടുക്കണമായിരുന്നു. അങ്ങനെ ആ രാജാവിൻ്റെ സാമന്ത രാജ്യമായിട്ടാണ് പിന്നെ ഇവർ കുറേ നാൾ പിന്നെ ഭരണം നടത്തിയത്. അതാണ് ഈ ശുങ്ക ഡൈനാസ്റ്റിയുടെ ചരിത്രം. അങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ ശാകന്മാർ വന്നപ്പോഴത്തേക്കാണ് നമുക്കറിയാം അവർ കൃഷി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവർ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, കൃഷിയും കന്നുകാലി വളർത്തലും. അപ്പോൾ കന്നുകാലി വളർത്തൽ അതും ഈ കൃഷിപ്പണിയും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. കന്നുകാലികളുണ്ടെങ്കിലേ ഉള്ളൂ കൃഷിക്ക് വളം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കൃഷിപ്പണി ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കന്നുകാലികളെല്ലാം യാഗം ഏറ്റവും നടത്തി കൊല്ലുകയാണെങ്കിൽ പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് താമസം ഉണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ കന്നുകാലികളെ ഉൽപ്പാദിപ്പിക്കാൻ താമസം ഉണ്ടാകും. അതുകൊണ്ട് കന്നുകാലികളെ കൊല്ലാതിരിക്കണം എന്ന് അന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചു. അവർ ബുദ്ധന്മാരായിരുന്നു. ഈ ശാകന്മാരും ബുദ്ധന്മാരായിരുന്നു. അങ്ങനെ അവരാണ് ഈ കൗവിനെ ഹോളി കൗ, അല്ലെങ്കിൽ അത് വളരെ വിശിഷ്ടമായ ഒരു ജീവിയാണ്, അതിനെ കൊന്ന് നശിപ്പിക്കരുതെന്ന് ആദ്യമായിട്ട് ആഹ്വാനം ചെയ്തത് ഈ ശാകന്മാരാണ്. ബുദ്ധൻ നേരത്തെ പറഞ്ഞിട്ട് കന്നുകാലികൾ കൊല്ലരുത്, അല്ലെങ്കിൽ ഇതിനെ കൊല്ലരുതെന്ന് പറഞ്ഞു. അത് അതിനോടുള്ള അനുകമ്പ കൊണ്ടാണ് പറഞ്ഞത് അതിനെ, അല്ലെങ്കിൽ ഹിംസ ചെയ്യരുതെന്നുള്ളത് കൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത്. എന്നാൽ ഈ ശാകന്മാർ വന്നിട്ട് പറഞ്ഞു അതിനെക്കൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരമുണ്ട്, കൃഷിക്കൊക്കെ അതിന് ഉപകാരമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് ധനമാണ്, അതിനെ കൊല്ലരുത്. അതുകൊണ്ട് അതിനെ ഹോളി കൗ, അല്ലെങ്കിൽ അത് വളരെ വിശിഷ്ടമായ മൃഗമാണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചത് ശാകന്മാരാണ്. ഈ ശാകന്മാരാണ് ശാഖ കലണ്ടർ ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായ ഒരു കലണ്ടർ ആക്കിയ ശാകന്മാരാണ്. ആ കലണ്ടറാണ് ഇന്നും ഇന്ത്യയുടെ കലണ്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം പിന്നെ കുഷാന്മാർ വന്നു. കുഷാന്മാർ അവരും ബുദ്ധ മതക്കാർ തന്നെയാണ്. കനിഷ്കൻ, വസുദേവ ഫസ്റ്റ്. അക്കാലത്താണ് ഈ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ള ഈ സിൽക്ക് റൂട്ടുകളൊക്കെ ഉണ്ടാക്കുകയും ഇവിടുന്ന് അങ്ങോട്ട് റോഡുമൊക്കെ വിട്ടു. ഈ കനിഷ്കനാണ്. അദ്ദേഹമാണ് കാശ്മീരിൽ കനിഷ്കപുരമൊക്കെ ഉണ്ടാക്കി. അന്നത്തെ കാലത്ത് പോലും ജീറോയൊക്കെ ഇവിടെ ഉണ്ട്, ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ കാശ്മീരിലെ ബുദ്ധപ്രതിമകളിൽ പല സ്ഥലത്തും 0, 10, 20, 30 എന്നൊക്കെ പല സ്ഥലത്തും എഴുതിയിട്ടുള്ളതാണ്. അല്ല, ജീറോ ഉണ്ടാക്കിയത് ഗുപ്ത ഭരണകാലത്തൊന്നുമല്ല, അതിന് മുമ്പ് തന്നെ ഇവിടെ ജീറോ ഉണ്ട്.
അപ്പോൾ ഇവനെ വന്ന് ശതവാഹനാസ്, സെൻട്രൽ ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ച ഒരു രാജവംശമാണ് ശതവാഹനാസ്. അജന്ത എല്ലോറ കേവുകളൊക്കെ ഉണ്ടാക്കിയതും അതുപോലെ ഈ ഗൗതമ പുത്രി ശതകാർണിയുടെ കാലത്തേക്കാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കെമിസ്റ്റ് നമുക്കറിയാം നാഗാർജുന, അതൊക്കെ ഈ ശതവാഹന ഗുപ്ത ഭരണകാലത്തായിരുന്നു. പിന്നെ നമുക്ക് കൻവാസ് എന്ന് പറഞ്ഞ മറ്റൊരു ഗുപ്ത രാജവംശമായിരുന്നു. അത് വസുദേവ കൻവാസ്, വലിയ വലിയ പ്രശസ്തരായ രാജാക്കന്മാരും രാജവംശങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇതിനിടയിൽ യവനന്മാരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു ഇവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരികയും ഗ്രീക്കുകാരായ അന്ത്യാസിഡാസ് ഇവരുടെ പുഷ്യമിത്ര ശുംഗൻ്റെ പിൻഗാമിയായിട്ട് വന്ന അഗ്നിമിത്രനെ പരാജയപ്പെടുത്തുകയും അങ്ങനെ അവരുടെ വസൽ സ്റ്റേറ്റായിട്ട് നിലനിർത്തുകയൊക്കെ ചെയ്തു കാര്യം നമുക്കറിയാം. അപ്പോൾ ലാസ്റ്റ് ശുംഗ കിങ് അതിനുശേഷം വന്നു. അയാൾ ദേവഭൂതി എന്നാണ് പേര്. അയാൾ ഒരു മിനിസ്റ്ററുടെ ഭാര്യയെ വൈഷം വെച്ചുകൊണ്ടിരുന്ന ആ മിനിസ്റ്ററിനെ അയാൾ കുത്തിക്കൊല്ലും. അങ്ങനെയാണ് ഈ പുഷ്യമിത്ര ശുംഗൻ്റെ ആദ്യത്തെ ബ്രാഹ്മണ ദേശയുടെ അവസാനം അങ്ങനെയാണ്. അവസാനത്തെ രാജാവിനെ മന്ത്രിനെ കുത്തിക്കൊന്നു, പെണ്ണുകേസിലാണ് കുത്തിക്കൊന്നത്. അപ്പോൾ ഈ ഷാഹാസ്, കുഷാൻസ്, ശതവാഹനാസ്, കൻവാസ് ഇവരുടെയെല്ലാം ഈ ഭരണകാലം ഇവരിലെല്ലാം ചുവട് പിടിച്ച് വന്ന ഒരു രാജവംശമായിരുന്നു ഗുപ്തരാജവംശം. ഗുപ്തരാജവംശം തുടങ്ങിയത് ഇത് ബുദ്ധരാജവംശമായിട്ട് തന്നെയാണ്. ആദ്യത്തെ രാജാവ് തന്നെ ഇതായിരുന്നു ശ്രീഗുപ്തയുടെ കാലമായിരുന്നു 40 വർഷം. ഈ 40 വർഷം രാജവംശത്തിൽ അവിടുത്തെ പൊതുജനങ്ങൾക്കെല്ലാം വളരെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. ഇതിന് ശേഷം വന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ്. 40 വർഷം ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ കടോൽക്കജ് ഗുപ്തനാണ് വന്നത്. അതും നല്ല ഒരു ബുദ്ധരാജാവായിരുന്നു. അന്നും അവിടുത്തെ ജനങ്ങളുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു എല്ലാ തരത്തിലും. അത് റിപ്പബ്ലിക്കൊക്കെയായിരുന്നു ഇവർ രണ്ടുപേരും ഭരിച്ചത്. ശ്രീഗുപ്തയും ഫൗണ്ടറായിട്ടുള്ള ശ്രീഗുപ്തയും കടോൽക്കജ് ഗുപ്തയും 40-80 വർഷം രാജ്യം ഭരിച്ചു. ആ രാജ്യം ഗുപ്ത എംപയർ അത് ഒരു റിപ്പബ്ലിക്കായിരുന്നു. ധാരാളം ലേണിംഗ് സെൻറ്ററുകളും ധാരാളം വിഹാരങ്ങളും ധാരാളം കച്ചവട സ്ഥാപനങ്ങളും മാർക്കറ്റുകളും നഗരങ്ങളൊക്കെ അവരുണ്ടാക്കി. അതുപോലെ തന്നെ എക്സ്പോർട്ട് ധാരാളം കയറ്റുമതി കാലത്തുണ്ടായിരുന്നു, കച്ചവടം ഉണ്ടായിരുന്നു. അതുപോലെ ഗ്രീക്ക്, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവർക്ക് വല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ നല്ല തരത്തിൽ പോയി കൃഷിയും കച്ചവടമൊക്കെ വളരെ പുരോഗതി പ്രാപിച്ചിരുന്ന ഒരു സമയമായിരുന്നു ഇവരുടെ ഈ 40-80 വർഷം. അത് അവരുടെ സുവർണ്ണ കാലഘട്ടം തന്നെയാണ്. ഗുപ്ത ഭരണകാലത്ത് സുവർണ്ണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ 80 കാലം. പക്ഷേ അതിന്ന് ചരിത്രത്തിലില്ല. അതിൻ്റെ പറ്റിയ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ബുദ്ധരാജാവായ ഖഡോൽക്കജ ഗുപ്ത അദ്ദേഹത്തിൻ്റെ മകനായ ചന്ദ്രഗുപ്ത ഫസ്റ്റിനെ കൊണ്ട് നേപ്പാളിലെ ലിച്ഛവി രാജവംശത്തിലെ ഒരു പെൺകുട്ടിയായിട്ട് വിവാഹം നടത്തി. അപ്പോൾ ഈ ലിച്ഛവീസ് ഓഫ് നേപ്പാൾ അവരും നേരത്തെ ബുദ്ധരാജാക്കന്മാർ തന്നെയാണ്, ബുദ്ധമതം സ്വീകരിച്ചിരുന്നായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ചപ്പോഴോ അവർ വൈഷ്ണവ മതം സ്വീകരിച്ചു. അപ്പോഴത്തേക്കും ഇദ്ദേഹം ഈ മകനെ കൊണ്ട് അവിടെ നിന്നാണ് ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു തന്നു. അതിനുശേഷം അവർ ഈ ലിച്ഛവീസ് ബുദ്ധമതം ഉപേക്ഷിച്ചിട്ട് വൈഷ്ണവമതം ഫോളോവേഴ്സായി മാറിക്കഴിയുമ്പോഴത്തേക്കും ഈ ചന്ദ്രഗുപ്തൻ ഫസ്റ്റിനെയും അവർ പ്രലോഭിപ്പിച്ച് അയാളെയും ഈ വൈഷ്ണവ ഫോളോവറാക്കി മാറ്റി. ഈ ഖഡോൽക്കജ ഗുപ്തൻ്റെ അവസാന നാളിൽ അതെല്ലാം അറിയുകയും അദ്ദേഹം ആ വിഷമത്തോടു കൂടിയൊക്കെ അദ്ദേഹം മരിക്കുന്നത്. എന്തായാലും ഖഡോൽക്കജ ഗുപ്തൻ്റെ മരണത്തിന് ശേഷം ഈ ചന്ദ്രഗുപ്തൻ ഫസ്റ്റ് ഉടനെ തന്നെ വൈഷ്ണവ ഫോളോവർ ആവുകയും ഈ രാജ്യം വൈഷ്ണവ രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഗുപ്തരാജവംശം വൈഷ്ണവ ഫോളോവേഴ്സ് ആകുന്നത്. അപ്പോൾ ആദ്യത്തെ 2 രാജാക്കന്മാർ ഇന്നും ചരിത്രത്തിലില്ല. കാരണം അവരുടെ രാജവംശം ബുദ്ധരാജവംശങ്ങളായിരുന്നു. ആ 2 രാജാക്കന്മാരെ ഒഴിവാക്കിയാണ് ഇന്ന് ചരിത്രം പറയുന്നത്. ചന്ദ്രഗുപ്ത ഫസ്റ്റ് തൊട്ടാണ് ചരിത്രം പറയുന്നത്. ചന്ദ്രഗുപ്തൻ ഫസ്റ്റ്, പിന്നെ ചന്ദ്രഗുപ്തൻ, പിന്നെ ചന്ദ്രഗുപ്തൻ സെക്കൻഡ്, അതായത് വിക്രമാദിത്യ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ കാര്യം മാത്രമേ ഇന്ന് ചരിത്രത്തിലുള്ളൂ. ആദ്യത്തെ 40-80 വർഷം അവരുടെ പൊതുജനങ്ങളുടെ സുവർണ്ണ കാലഘട്ടമായിരുന്ന 80 വർഷത്തെ ചരിത്രം ഇന്ന് ചരിത്രത്തിൽ ഇല്ല. ചരിത്രകാരന്മാർ അത് അടർത്തി വെട്ടിക്കളഞ്ഞു. കാരണം അവർ ബുദ്ധരാജാക്കന്മാരുന്നു, അതാണ് കാരണം. അപ്പോൾ ഈ വൈഷ്ണവ ഫോളോവറായി മാറിയ ഈ ചന്ദ്രഗുപ്തൻ ഫസ്റ്റ് AD 320 ഭരണം തുടങ്ങുന്നത്. അപ്പോൾ 320 തൊട്ടുള്ള ചരിത്രം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ രാജ്യത്തെ ബ്രാഹ്മണിക്ക് നേഷനാക്കി അദ്ദേഹം മാറ്റി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, മനുസ്മൃതിയാണ് പിന്നെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പിന്നെ അതുവരെ ബുദ്ധരാജാക്കന്മാരുടെ റിപ്പബ്ലിക്കായിരുന്ന രാജ്യം ഈ ചന്ദ്രഗുപ്ത ഭരണം തുടങ്ങിയപ്പോൾ മുതൽ അത് മനുസ്മൃതി അല്ലെങ്കിൽ ബ്രാഹ്മണ രാജ്യമാക്കി രാമരാജ്യമായി മാറി, അല്ലെങ്കിൽ ബ്രാഹ്മണ രാജ്യമായി മാറി. അത്
ഇത് മനുസ്മൃതിയിലെ നിയമങ്ങളാണ്. അതായത് വല്ലാത്ത ടാക്സുകൾ, എന്തിനും ടാക്സ്, ഏതിനും ടാക്സ്, പൊതുജനങ്ങളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സിറ്റിയിൽ നിന്ന് മാറി അവർ സിറ്റിക്ക് വെളിയിൽ പോയി താമസിക്കണമെന്ന് നിർബന്ധിക്കുക. അതുപോലെ മറ്റുള്ളവരെന്തെങ്കിലും സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബ്രാഹ്മണർക്കുള്ളതാണെന്ന് പറയുക, ബ്രാഹ്മണർക്ക് വേണ്ടി അതെല്ലാം തട്ടിപ്പറിച്ചെടുക്കുക. ഇങ്ങനെയുള്ള ഭരണമാണ് പിന്നെ ഉണ്ടായിരുന്നത്. ഹെവി ടാക്സ്, നോ റൈറ്റ്, സാധാരണ ജനങ്ങൾക്ക് എഡ്യൂക്കേഷൻ ചെയ്യാൻ അവസരം നിഷേധിക്കുക. പിന്നെ അതുപോലെ തന്നെ അന്നൊക്കെ ബ്രാഹ്മണർക്കും അപ്പോഴത്തേക്കും ഇത് പണവും സ്വത്തുക്കളും ഒക്കെ ആയപ്പോഴത്തേക്കും അവരൊക്കെ പ്രത്യേക നല്ല നല്ല സ്ഥലത്തെല്ലാം അവർ വീട് വെച്ച് താമസിക്കും. അങ്ങനെയുള്ളപ്പോഴത്തേക്കും നഗരത്തിലെ ഏറ്റവും നല്ല സ്ഥലത്തെല്ലാം ബ്രാഹ്മണർ വീട് വെച്ച് താമസിക്കും. അങ്ങനെ അവർ കൂട്ടമായി താമസിക്കുന്ന കോളനികളിലൊന്നും അന്ന് ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലായിരുന്നു. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്തപ്പോഴത്തേക്കും അവർ താമസിക്കുന്ന വീടുകളിൽ കക്കൂസുണ്ട്. ഈ കക്കൂസിനകത്ത് വരുന്ന മലം അതുപോലുള്ളതൊക്കെ എന്നും ആരെങ്കിലും എടുത്തുകൊണ്ട് ദൂരെ കൊണ്ട് കളയണം. അങ്ങനെയുള്ള സിസ്റ്റമായിരുന്നു അന്ന്. അതിന് ആൾ വേണം. അതിന് ആൾ വേണമ്പോഴത്തേക്കും അവർക്ക് നേരത്തെ വിരോധം ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഏറ്റവും ഉന്നത പദവിയിൽ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ വിദ്യ നേടിയ ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. ചണ്ടാളന്മാർ, ചാമർ, അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരുണ്ട്. അവരെ ഈ തോട്ടിപ്പണിക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് മലം കോരിക്കൊണ്ട് പോകാൻ വേണ്ടി നിയോഗിച്ചു. അത്ര നികൃഷ്ടമായ ഭരണമാണ് അതിന് കാഴ്ചത്. അങ്ങനെയാണ് ഈ വിദ്യാസമ്പന്നരായിരുന്ന ഒരു കാലത്തെ വിദ്യാസമ്പന്നരായിരുന്ന ചണ്ടാളന്മാരും ചാമരന്മാരും അതുപോലുള്ള തേരി അതുപോലെ ഒത്തിരി ഉപജാതികളുണ്ട്, ഭംഗി, അങ്ങനെയുള്ള ഈ ആൾക്കാരെ, അതുപോലെ വാൽമീകി, ഇതുപോലെയുള്ള ആൾക്കാരെ, ഇതെല്ലാം വിദ്യ നേടിയ ഉന്നത വിദ്യാസമ്പന്നരായിരുന്ന ഒരു കാലത്ത് അവരെയാണ് ഇവരുടെ വൈരാഗ്യം കൊണ്ട് അവരെ ഈ തോട്ടിപ്പണിക്ക് വേണ്ടി നിയോഗിച്ചു. അതൊക്കെ ഈ ചന്ദ്രഗുപ്തൻ്റെ കാലം കൊണ്ടാണ് തുടങ്ങിയത്. അന്നേരമാണ് ഇവർക്ക് വീടും കോളനിയും ഇവിടെ കക്കൂസൊക്കെ ഉണ്ടായത്. അപ്പം അവിടുന്ന് ഈ മലം ഒക്കെ വാരിക്കൊണ്ട് പോകാണ്ട് സിറ്റിക്ക് വെളിയിൽ കൊണ്ട് കളയാനായിട്ട് ഇവരെ ഉപയോഗിച്ചു. അങ്ങനെ ഈ മനുസ്മൃതി കൊണ്ട് അത്തരം പുതിയ നിയമങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുകയും അതിനുവേണ്ടി അവരെ നിയോഗിക്കുകയും ചെയ്തു. തോട്ടിപ്പണി, അതുപോലെ സതി ആ കാലഘട്ടത്തിലെ ഗുപ്ത ഭരണകാലത്ത് ആരംഭിച്ചത്. സതി, ശൈശവ വിവാഹം, പിന്നെ വീണ്ടും യാഗം, യജ്ഞം, മൃഗബലി, പൂജ എല്ലാം വന്നു. അതായത് ഒരു ബ്രാഹ്മണിക്കൽ നേഷനായി മാറിക്കഴിഞ്ഞു. ഗുപ്ത ഭരണകാലത്തെ ആദ്യത്തെ 80 വർഷം കഴിഞ്ഞതിന് ശേഷം ബാക്കി പിന്നെ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ കാലം മുതൽ ഗുപ്ത ഭരണകാലം വൈഷ്ണവ കൺട്രി, ഫോളോവേഴ്സിൻ്റെ കൺട്രി ആകുകയും മനുസ്മൃതി അവിടുത്തെ അലിഖിത നിയമമായി മാറുകയും ചെയ്തു. പിന്നെ നേബറും ബ്രിട്ടീഷ് കൺട്രീസൊക്കെയാണ് അതൊക്കെ ആക്രമിച്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അന്ന് പവർഫുള്ളായിരുന്നു. അങ്ങനെ 15 വർഷത്തെ ഭരണത്തിന് ശേഷം 335 ചന്ദ്രഗുപ്തൻ ഒന്നാമൻ മരിക്കുകയും അദ്ദേഹത്തിന് ശേഷം 335 മുതൽ 375 വരെ സമുദ്രഗുപ്തൻ്റെ ഭരണമായിരുന്നു. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ ഭരണത്തിന് ശേഷം സമുദ്രഗുപ്തൻ്റെ ഭരണം വന്നു. അപ്പം ഈ കാലത്തൊന്നും രാജ്യത്ത് എന്തെങ്കിലും പുരോഗതി വരാനായിട്ട് അല്ലെങ്കിൽ വ്യവസായങ്ങളോ അല്ലെങ്കിൽ കച്ചവടമോ അതിന് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ ബുദ്ധരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടായ പോലെ ആ അഭിവൃദ്ധി ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവരെ എല്ലാം ആ പ്രദേശത്ത് അവരെ ഓടിച്ചു വിട്ടു. അങ്ങനെ അതായത് കൈത്തൊഴിൽ അറിയാവുന്ന ബുദ്ധജനങ്ങളെ ഓടിച്ചു വിട്ടു. അതുപോലെ കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം നഗരത്തിന് വെളിയിലാക്കി. അവർക്ക് അധികൃത വർഗ്ഗമെന്ന് പറഞ്ഞ് അവരെ വെളിയിലാക്കി. അങ്ങനെ കൈത്തൊഴിലില്ലാതായി. അതുപോലെ കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഓടിച്ച് അതെല്ലാം ഇവർ തട്ടിപ്പറിച്ചെടുത്തു. അപ്പോൾ കൃഷിപ്പണിക്കാരെല്ലാം അവർ ഓടിച്ചു വിട്ടു. ഇങ്ങനെയുള്ള ഇതുകൊണ്ട് അഭിവൃദ്ധി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഒരിക്കലും ഈ ഗുപ്തരാജാക്കന്മാരുടെ കൺട്രിയിൽ ഉണ്ടായിരുന്നില്ല. അത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഭരിക്കുമ്പോഴും ഉണ്ടായിരുന്നില്ല, അതിനുശേഷം സമുദ്രഗുപ്തൻ വന്നപ്പോഴും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാജ്യത്തിന് ഒരു പൂവർ കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ സമുദ്രഗുപ്തൻ്റെ കാലത്ത് അങ്ങനെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗ്രീക്ക് ഭാഷയിലെ കുത്തിക്കുറിച്ച് ചില രേഖകളൊക്കെ ഈ ഇദ്ദേഹത്തിന് കൈ കിട്ടി. എവിടുന്നോ കിട്ടി. അത് വായിക്കാൻ അറിയില്ല. കാരണം അത് എഴുതിയത് തന്നെ BC 3-4 നൂറ്റാണ്ടിലൊക്കെ എഴുതിയതാണ്. അപ്പോൾ അന്ന് എഴുത്തും വായന ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ഈ എഴുത്തും വായന തുടങ്ങിയത് തന്നെ എഴുതാൻ തുടങ്ങിയ റോയൽ ലെവലിൽ തന്നെ എഴുത്ത് തുടങ്ങിയത് തന്നെ അശോകൻ്റെ കാലത്താണ്. BC 250 അപ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്ന രാജവംശങ്ങളൊക്കെ എന്തെങ്കിലും എഴുതുകയും കുത്തിക്കുറിക്കുകയൊക്കെ ചെയ്തിരുന്നത് ഗ്രീക്കിൽ നിന്ന് കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ ഗ്രീക്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ എഴുതിയാണ് അന്ന് പല റെക്കോർഡുകളും സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇത് BC 4 നൂറ്റാണ്ടിലെ ചില രേഖകളാണ്. അത് എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. അതൊന്നും വായിക്കാൻ അറിയില്ല. പിന്നെ ഗ്രീക്കിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നു. അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഇത് 650 വർഷത്തിന് പഴക്കമുള്ള രേഖകൾ, ഇത് വിലപ്പെട്ട രേഖകളാണെന്ന് മനസ്സിലാക്കിയാണ് അവരെ കൊണ്ടുവന്നത്. വായിച്ച് നോക്കിയപ്പോഴത്തേക്കും അത് മനസ്സിലായതാണ്. അവസാനത്തെ നന്ദാരാജാവായിരുന്നു, അത് ധനനന്ദിയായിരുന്നു. ഈ ധനനന്ദയുടെ കാലത്ത് എഴുതിയ ചില രഹസ്യരേഖകളാണ്. അതിൽ നിന്നാണ്
നമുക്കറിയാം BC 321 ചന്ദ്രഗുപ്ത മൗര്യൻ നഗരത്തിന് വെളിയിൽ നന്ദ ജനറലായിട്ടുള്ള ഭരണശാലയായിട്ട് യുദ്ധം നടന്നത്. അതായത് അവസാനത്തെ നന്ദരാജാവായ ധനനന്ദയുടെ കാലത്ത് രാജ്യത്ത് ധാരാളം ധനമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തമായ നല്ല രീതിയിലൂടെ ഇത് ടാക്സ് പിരിക്കുകയും ട്രഷറി നടത്തുകയും അതുപോലെ ഓരോ ചെലവും ട്രഷറിയുടെ ത്രൂവിൽ നടത്തുകയും അതുപോലെ എല്ലാം ബ്രാഹ്മണരുടെ കഴിഞ്ഞത് പോലും ടാക്സ് മേടിക്കുമായിരുന്നു. അങ്ങനെ വളരെ എക്കണോമിക്കലി വളരെ ഡെവലപ്ഡ് ആയിരുന്ന ഒരു നേഷനായിരുന്നു ഈ നന്ദ ഡൈനാസ്റ്റി. അതിൻ്റെ അവസാനത്തെ രാജാവായിരുന്നു ഈ ധനനന്ദ. അപ്പോൾ ധാരാളം ധനമുണ്ട്. അവരുടെ അത്രയും ധനമുള്ള വേറൊരു രാജ്യം അവിടെ എങ്ങും ഇല്ലായിരുന്നു. ആ ധനനന്ദയുടെ രാജ്യം ആക്രമിച്ചാണ് മൗര്യ രാജാവായ ചന്ദ്രഗുപ്തൻ പിന്നീട് മൗര്യ സാമ്രാജ്യം ഉണ്ടാക്കിയത്. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ജനറൽ ഭട്ശാലയായിട്ട് വെളിയിൽ യുദ്ധം നടത്തുകയാണ്. യുദ്ധം നടക്കുമ്പോഴത്തേക്കും മിക്കവാറും ഈ സൈന്യാധിപൻ തോൽക്കുമെന്നും അതുപോലെ ഭയങ്കര വീരനായിട്ടുള്ള ഈ ചന്ദ്രഗുപ്ത മൗര്യൻ ജയിക്കുമെന്നൊക്കെ മെസ്സേജ് കിട്ടി. അങ്ങനെ മെസ്സേജ് കിട്ടിയപ്പോഴത്തേക്കും ഈ ധനനന്ദ വിചാരിച്ചു, അപ്പോൾ എങ്ങാനും തോറ്റു പോവുകയാണെങ്കിൽ ഈ ധനം മുഴുവൻ പിന്നെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കയ്യിലാവും. അങ്ങനെ ഒരിക്കലും ഞാൻ ഉണ്ടാക്കിയ പണം കൊണ്ട് അവരാരും അങ്ങനെ സുഖിക്കേണ്ടതെന്ന് ഇയാൾ തീരുമാനിച്ചു. എന്ത് ചെയ്തു? ഇയാൾ വേഗം തന്നെ ട്രഷറിയിലും കൊട്ടാരത്തിലൊക്കെ ഉണ്ടായിരുന്ന പണവും സ്വർണവും വയലും രത്നങ്ങളും അതുപോലെ പ്രഷ്യസ് സ്റ്റോൺസ് അവരെല്ലാം ഇവരെ ധാരാളം പെട്ടികളിലാക്കി, അനേകം പെട്ടികളിലാക്കി. ഇതെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? കോടിക്കണക്കിന് സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും വജ്രങ്ങളും ആഭരണങ്ങളും കിരീടങ്ങൾ അതുപോലെ അമൂല്യമായ സമ്പത്ത് ഇതെല്ലാം പണം ഇതെല്ലാം വലുതും ചെറുതും ധാരാളം പെട്ടികളാക്കി. എന്നിട്ട് ചില വിശ്വസ്തരെയൊക്കെ കൂട്ടിക്കൊണ്ട് പുള്ളി പല തേരുകളിലാക്കി. ഇതെല്ലാം ഒട്ടനവധി തേരുകളിൽ ഈ പെട്ടികളെല്ലാം ചുമന്നുകൊണ്ട് പുള്ളി പാടലിപുത്രത്തിന് വെളിയിലേക്ക് യാത്ര ചെയ്തു. അവിടെ ലോങ്കാവാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ലോങ്കാവാലിയുടെ അടുത്ത് അവിടെ മലകളിലെ അനേകം മലകളിലെ ഇടയ്ക്കുള്ള ഒരു സമുദ്ര പ്രദേശം പോലെയാണ്. അതിൻ്റെ നടുക്ക് ഒരു വലിയ തടാകമുണ്ട്. ആ തടാകം എന്ന് പറഞ്ഞാൽ തടാകം വെള്ളമില്ലെങ്കിൽ തടാകം തോന്നുന്നില്ല, അത് വലിയൊരു മൈതാനമാണെന്ന് മാത്രമേ തോന്നുള്ളൂ. ആ തടാകത്തിൻ്റെ നടുക്ക് പല കുഴികളുണ്ട്. വലിയ കിണർ പോലെ വളരെ വിസ്താരമുള്ള ആഴമുള്ള വലിയ കുഴികളുണ്ട്. അതായത് വലിയ കിണറെന്ന് പറയാം. ആ കിണറ്റിലൊക്കെ എപ്പോഴും ഈ വേനൽക്കാലത്ത് പോലും വെള്ളമുണ്ട്. അദ്ദേഹം ഇതെല്ലാം ഈ ആഴമുള്ള കുഴികളിലേക്കുണ്ട്, ഈ തടാകത്തിനടുക്കുള്ള ആഴമുള്ള കുഴികളിലേക്കുണ്ട് ഈ പെട്ടികളെല്ലാം ഇട്ടു. അപ്പോൾ അവിടെ അതിനകത്ത് വെള്ളത്തിലേക്ക് അതെല്ലാം താന്നുപോയി. അന്നവിടെ തടാകത്തിൽ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ വരെ തേര് തടാകത്തിനകത്തോട് ഓടിച്ചു പോയിട്ട് അവിടെ കൊണ്ട് ഇതെല്ലാം കൊണ്ടിട്ടു. അപ്പോൾ വംശത്തിൻ്റെ സമ്പത്ത് കൊണ്ട് ആരും ധനികരായി സുഖിച്ച് കഴിയേണ്ട എന്ന് ധനനന്ദ ഉദ്ദേശിച്ചു. അങ്ങനെ അതെല്ലാം കൊണ്ടിട്ടിട്ട് അതിന് തിരിച്ച് കൊട്ടാരത്തിലെത്തി. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനൊക്കെ യുദ്ധത്തിൽ തോറ്റു. അദ്ദേഹത്തിൻ്റെ സൈന്യം യുദ്ധത്തിൽ തോക്കുകയും ചന്ദ്രഗുപ്ത മൗര്യൻ രാജ്യം മഗധ പിടിച്ചടക്കുകയും അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യൻ അത് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു 332. അതുകൂടി നന്ദവംശം. അപ്പോൾ ഈ നന്ദരാജാവ് ചെയ്ത ഈ പണി ആർക്കും അറിയില്ല. എന്നാൽ ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു രേഖയിൽ എഴുതി. ആ രേഖയാണ് ഇന്ന് ഈ സമുദ്രഗുപ്തൻ്റെ കൈ കിട്ടിയിരിക്കുന്നത്. അപ്പം അറിഞ്ഞ വിവരങ്ങളെല്ലാം വളരെ രഹസ്യമായിട്ട് പോയി സൂക്ഷിച്ചു. ഈ സമുദ്രഗുപ്തനെ സൂക്ഷിച്ചു. അടുത്തൊരു ദിവസം തന്നെ ഈ സമുദ്രഗുപ്തനും കുറേ പുരോഹിതരും എല്ലാം ഈ തടാകത്തിൻ്റെ ഭാഗത്ത് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയി. ഈ പറഞ്ഞു നോക്കി, ഈ തടാകത്തിൻ്റെ ഇന്ന പോലെ ഒരു തടാകം ഉണ്ടോ, അതിൻ്റെ നടുക്ക് ഇതുപോലെ വലിയ കുഴിയുണ്ടോ, ആ കുഴിക്കകത്ത് ഈ സാധനം വല്ലതും ഉണ്ടോ എന്ന് ആ പരിസരമൊക്കെ വീക്ഷിക്കാനായിട്ട് അവരവിടെ എല്ലാം പോയി. അപ്പോൾ ലോങ്കാവാലി പോയി. ലോങ്കാവാലി ചെന്നപ്പോഴത്തേക്ക് അവിടെ തടാകം മുട്ടപ്പോഴത്തേക്ക് അവിടെ വേനൽ തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്ത് വേനൽ തുടങ്ങുമ്പോഴത്തേക്കും വെള്ളം പറ്റാതെ ഇപ്പോൾ അന്നേരം അവിടെ വെള്ളമുണ്ട്, ആ തടാകത്തിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഈ സമുദ്രഗുപ്തന് ഒരു പ്രത്യേക നേച്ചറാണ്. അദ്ദേഹം ഈ പൊതുജനങ്ങളോട് കുറച്ച് ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കും. അങ്ങനെ ലോങ്കാവാലി അവിടെ താമസിക്കുന്ന ജനങ്ങൾ അവരൊക്കെ ബുദ്ധജനങ്ങളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അവരെയൊക്കെ അധികൃത വർഗമായി പ്രഖ്യാപിച്ചു. ഈ ചന്ദ്രഗുപ്ത ഒന്നാമൻ്റെ കാലത്ത് തന്നെ ബുദ്ധജനങ്ങളെ അധികൃത വർഗമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ അവർ ഇത് മലമ്പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളാണ്, അല്ലെങ്കിൽ ഈ നദിയുടെ തീരത്തും കായലിൻ്റെ തീരത്ത് താമസിക്കുന്ന ജനങ്ങളാണ്. അവരൊക്കെ ആയിട്ട് ഈ സമുദ്രഗുപ്തൻ സംസാരിച്ചു. ഈ നിധിയെക്കുറിച്ചല്ല സംസാരിച്ചത്, ഈ തടാകത്തെക്കുറിച്ച് സംസാരിച്ചു. എപ്പോഴാണ് ഇവിടുത്തെ എപ്പം വെള്ളം നിറയുന്നത്, എന്തുമാത്രം വെള്ളം കാണും, അല്ലെങ്കിൽ ഇതിന് നടുക്കൊരു കുഴികളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഇത് വെള്ളം നിറഞ്ഞു കിടക്കുമ്പോഴത്തേക്കും വളരെ ആളുള്ള വലിയ തടാകമാണ്. വെള്ളം വേനൽക്കാലത്ത് പറ്റുമ്പോഴത്തേക്കും ഞങ്ങളുടെയൊക്കെ കുട്ടികളൊക്കെ തടാകത്തിൽ കളിക്കും. ധാരാളം കന്നുകാലികളൊക്കെ അതിനകത്ത് പുല്ല് കുറ്റിച്ചെടികളൊക്കെ കാണും. പുല്ല് തിന്നും. ആടുകളൊക്കെ പുല്ലും കുറ്റിച്ചെടിയുടെ ഇല എന്തിനെല്ലാം നടക്കും. പിള്ളേരൊക്കെ അവിടെ കളിക്കും, പന്ത് കളിക്കും. അങ്ങനെ പക്ഷേ അന്നേരം അതിനകത്ത് കിണറുണ്ട്. ആ ഭാഗത്തേക്ക് അങ്ങനെ ആരും പോകാറില്ല. അത് വലിയ ഭയങ്കര കുഴിയാണ്. ആ കുഴിക്കകത്ത് വെള്ളം കാണും.
കൊടിയ വേനലിൽ പോലും ആ കുഴിക്കകത്ത് വലിയ വലിയ കിണർ പോലുള്ള കുഴിയുടെ അകത്തൊക്കെ വളരെ ആഴത്തിൽ വെള്ളം കിടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം പുള്ളി ഡേറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് വളരെ സൗഹൃദ ഭാഗത്തോട് അവരോട് സംസാരിച്ചും കുശലം ചോദിച്ചും ഇത് ക്ഷേമം ഒക്കെ അന്വേഷിച്ചിട്ട് അവരൊക്കെ തിരിച്ചുപോയി. അപ്പോൾ അവിടെ മുഴുവൻ ബുദ്ധമതക്കാർ പല ഗോത്രങ്ങൾ താമസിക്കുന്ന പ്രദേശമൊക്കെയാണ്. അവിടെ ചന്ദ്രഗുപ്തൻ, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഇവരൊക്കെ പലതരത്തിലും ഉപദ്രവിച്ചു വെച്ചിട്ടുണ്ട്. പലതരത്തിലും അദ്ദേഹം ഒരു വംശവെറിയനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ സമുദ്രഗുപ്തൻ, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള സമുദ്രഗുപ്ത രാജാവാണ്. അയാൾ വന്ന് വളരെ സൗഹൃദഭാഗത്ത് സംസാരിക്കുകയും ഇവരോടൊക്കെ കുശലാന്വേഷിക്കുകയും ചെയ്തപ്പോഴത്തേക്കും അവർക്കൊക്കെ കുറച്ച് സന്തോഷമായി, പൊതുജനങ്ങൾക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങനെ സമുദ്രഗുപ്തൻ സംസാരിച്ച് ഇവരൊക്കെ കയ്യിലെടുത്തു. അപ്പോൾ ഏറെക്കുറെ ഈ തടാകത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ വേനൽക്കാലത്ത് വെള്ളം പറ്റുമ്പോൾ ഇത് ഇവിടെ വരണം, അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കാണ് അവിടെ ഇതെല്ലാം പുള്ളി രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നു. വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഉന്നതതലത്തിനെക്കുറിച്ച് പല മീറ്റിങ്ങുകൾ നടത്തി. ഇതുപോലെ എന്നാണ് ഈ വെള്ളം വറ്റുന്നത്, എത്ര ദിവസം എടുക്കും വെള്ളം വറ്റാൻ, അല്ലെങ്കിൽ ഏത് മാസത്തിലാണ് വെള്ളം വറ്റുന്നത്, വെള്ളം വറ്റുമ്പോഴത്തേക്കും പിന്നെ ഈ കിണറ്റിലെ വെള്ളം വറ്റാൻ വേണ്ടി എത്ര നാൾ വെയിറ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള കാൽക്കുലേഷൻസ് എല്ലാം നടത്തുമ്പോൾ ഇങ്ങനെ അണിയറിൽ ഇങ്ങനത്തെ ചിന്തകളും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ വിഷ്ണുവിനെ അറിയിച്ചു. അവൻ അങ്ങനെ ഉന്നതതല ചർച്ചയിൽ ഈ തടാകത്തെക്കുറിച്ചൊക്കെ കൂടുതലാണ്. ഒരു കാര്യം വ്യക്തമായി, ലോങ്കോവാളിലെ മലഞ്ചെരുവുകളിലും കാട് നടത്തുന്ന താമസിക്കുന്ന അധ്വാനശീലരായ ബുദ്ധമത ഗോത്രക്കാരുടെ സഹായമില്ലാതെ ഈ നദിവേട്ട സുഗമമായി നടക്കില്ല. അപ്പം ഈ വെള്ളം വറ്റുകയും ഈ കിണറ്റിലെ വെള്ളമൊക്കെ കുറച്ച് താഴുകയൊക്കെ ചെയ്താൽ പോലും അവിടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ സഹായം ഇല്ലാതെ ഈ നദിവേട്ട ഏരിയയിൽ നടക്കത്തില്ല. കാരണം ബ്രാഹ്മണരാജ് ഇതിനകത്ത് ഇറങ്ങിയൊന്നും പെട്ടിയൊന്നും പൊക്കിയെടുക്കത്തില്ല. അപ്പോൾ പെട്ടി ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ സഹായം വേണം. അപ്പോൾ അതിന് വേണ്ടി നിരന്തരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്തു. കാരണം ഇവരുമായിട്ട് സംസാരിക്കുക, കുറേ ആൾക്കാരെ സംഘടിപ്പിക്കണം. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ അവിടുത്തെ ചെറിയ ചെറിയ ഗോത്ര മൂപ്പന്മാരെയൊക്കെ കാണണം. ഗോത്ര മൂപ്പന്മാരെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉടമ്പടി ഉണ്ടാക്കണം. ഉടമ്പടി ഉണ്ടാക്കിയിട്ട് 100 പേരെയോ 200 പേരെയോ 300 പേരെയൊക്കെ ജോലിക്ക് വെക്കണം. അങ്ങനെ അവരെ സഹായം വേണം. അപ്പോൾ അതിലൊക്കെ ഒരു ഒത്തുതീർപ്പുണ്ടാകണം, അല്ലെങ്കിൽ അതിലൊക്കെ ഒരു ഉറപ്പുണ്ടാകണം, ഒത്തുതീർപ്പുണ്ടാകണം. അതിന് വേണ്ടിയാണ് പിന്നെ ശ്രമങ്ങളൊക്കെ നടന്നത്. അതിങ്ങനെ മാസങ്ങളോളം പിന്നെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച നടത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല ഗോത്രമൂപ്പന്മാരെയെല്ലാം കണ്ടു, അവരെയൊക്കെ സംസാരിച്ചു. അതുപോലെ അവരോടൊക്കെ പറഞ്ഞതുപോലെ ഈ കുഴിക്കകത്ത് ചില സാധനങ്ങളുള്ളത് ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയാണ്, അത് നിങ്ങളുടെ സഹായം വേണം, നിങ്ങളുടെ സഹായം വേണം, എന്ത് തരും. അപ്പോൾ അവസാനം ഇത് അവരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിനൊക്കെ ഒരു നിധിയുണ്ട്, ആ നിധി എടുക്കണം, അതൊക്കെ രാജ്യത്തിൻ്റേതാണ്, അതൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. അപ്പം ഇത് കിട്ടിയാൽ എന്ത് തരും. അപ്പോൾ അവർ പറഞ്ഞു 10-1 തരാം എന്നൊക്കെ രാജാവ് ഓഫർ ചെയ്തു. അവർ സമ്മതിച്ചില്ല. പിന്നെയും കുറച്ച് നാൾ പിന്നെയും കടന്നുപോയി. പിന്നെ പറഞ്ഞു 20-1 തരാം, അല്ലെങ്കിൽ 5-1 തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതൊന്നും സമ്മതിച്ചില്ല. പിന്നെ പറഞ്ഞു ഏറ്റവും അവസാനം പറഞ്ഞു പകുതി തരാമെങ്കിൽ, 2-1 തരാമെങ്കിൽ ഞങ്ങൾ ആൾക്കാരെ കൂടി നിങ്ങളെ സഹായിക്കാം, ഈ നിധി മുഴുവൻ എടുത്ത് വെളിയിൽ ഞങ്ങൾ ഇട്ട് തരാം എന്നൊക്കെ ശ്രമിച്ചു. അതായത് പകുതി 50-50. അവസാനം ഈ സമുദ്രഗുപ്തനെ സമ്മതിക്കേണ്ടി വന്നു. കാരണം അയാൾക്ക് കിട്ടിയ പേരനുസരിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സമ്പത്തുണ്ട്. അപ്പം ധാരാളം സമ്പത്തുണ്ട്, കയ്യിൽ പകുതി കിട്ടിയാൽ പോലും രാജ്യം രക്ഷപ്പെടും. അങ്ങനെയാണെങ്കിൽ പകുതി ഇവർക്ക് കൊടുക്കാം. അങ്ങനെ സമ്മതിച്ച് ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കി വെള്ളം വറ്റുന്ന നിലയ്ക്ക് നമുക്ക് അവിടെ അതിന് എന്തും ചെയ്യണം, എങ്ങനെ അതിനെ കുറിച്ച് രൂപം, അതിനെക്കുറിച്ചൊക്കെ ചില ബ്ലൂ പ്രിൻ്റൊക്കെ തയ്യാറാക്കി. അപ്പോഴത്തേക്കും പറഞ്ഞു ഇവർ ഈ ലോങ്കോവാളിലെ ആൾക്കാർ പറഞ്ഞു നമുക്ക് അവിടെ പാരലായിട്ട് വീണ്ടും കുഴി കുത്തി ഈ വെള്ളം ആ കുഴിക്കത്തേക്ക് തേവിക്കളയാം. അങ്ങനെ തേവിക്കളയുമ്പോഴത്തേക്ക് ഈ വെള്ളം വറ്റുമ്പോഴത്തേക്കും നമ്മൾ നിധി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വെള്ളമൊക്കെ വറ്റി, കനാലിലെ വെള്ളം അല്ലെങ്കിൽ ഈ ലേക്കിലെ വെള്ളം മുഴുവൻ വറ്റി, അവിടെ പിള്ളേരൊക്കെ കളിക്കാൻ തുടങ്ങി ആ സ്ഥലം. അപ്പോൾ ആ സമയത്ത് ആകുമ്പോഴത്തേക്കും രാജാവ് അവിടെയെല്ലാം ഭടന്മാരെ നിയോഗിച്ചു, കാവൽക്കാരെ നിയോഗിച്ചു. അവിടെയെല്ലാം പട്ടാളക്കാർ സാന്നിധ്യം പട്രോളിംഗ് നടത്തി. അവരെയൊക്കെ അവിടെ ഡ്യൂട്ടിക്ക് നിയമിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് കിണറ്റിലെ വെള്ളം വറ്റുന്നതനുസരിച്ച് ഇവർ ഓരോ പ്ലാൻ തയ്യാറാക്കി. ആ സമയത്ത് കിണറ്റിലെ വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു ദിവസം ഒരു നല്ല സമയം നോക്കി ഇത് തുടങ്ങാനായിട്ടുള്ള പരിപാടിക്ക് ചെയ്തു. അങ്ങനെ അവസാനം മലവർഗ്ഗക്കാർ ആവശ്യപ്പെട്ട പോലെ 50-50 കൊടുക്കാവുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മലവർഗ്ഗക്കാരെ കുറേ ആൾക്കാരെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. അങ്ങനെ 100 കണക്കിന് ആൾക്കാരെ നിധിവേട്ടയുടെ നടത്തുന്നതിന് വേണ്ടി നിയോഗിച്ചു. വേനൽ തുടങ്ങിയപ്പോൾ തന്നെ വലിയ കിണറിന് അകലിയായ അനേകം കുഴികളൊക്കെ ഇവർ കുഴിച്ചു, അവരെ കൊണ്ട് കുഴിപ്പിച്ചു. കാരണം ഈ വെള്ളം എങ്ങോട്ടെങ്കിലും ചാരി കയറി അങ്ങോട്ട് ഒഴുക്കി വിടണമല്ലോ, അല്ലെങ്കിൽ ഈ വെള്ളം തിരിച്ച് ഇങ്ങനത്തോട്ട് തന്നെ വരുന്നില്ലേ.
അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി അടുത്തിട്ട് ലോഹമുണ്ടോ എന്ന് ഒരു ടെസ്റ്റൊക്കെ നടത്തി. വലിയ കല്ല് കിട്ടും, നൂലയിൽ വലിയ ഇരുമ്പെല്ലാം കെട്ടി ഇറക്കി നോക്കിയപ്പോഴത്തേക്കും അത് അവിടെ പോയി എന്തെല്ലാം തട്ടുന്നുണ്ട്, എന്തോ ലോഹത്തിലൊക്കെ തട്ടുന്നുണ്ട്. അപ്പം പെട്ടിക്ക് അതിനകത്തുണ്ടോ എന്നുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി. അതൊക്കെ വളരെ വിജയമായിരുന്നു. അങ്ങനെ പെട്ടി അതിനകത്തുണ്ട്, പെട്ടിയോ എന്തോ മെറ്റൽസൊക്കെ അതിനകത്തുണ്ടെന്നുള്ള ഇവർക്ക് ബോധ്യമായി. അപ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു യാഗവും പൂജയും അതൊക്കെ നടത്തി, മംഗളമായി ഭവിക്കാനായിട്ട് അതെല്ലാം നടത്തി. അതിനുശേഷം അവർ പിന്നെ വലിയ കോവണികൾ, കയറ്, കൊട്ട, തൊട്ടി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു, ഉണ്ടാക്കി ഇതിനു വേണ്ടി. അങ്ങനെ നല്ല ഒരു വേനലിലൊക്കെ ഈ കിണറ്റിലെ ജലനിരപ്പ് വളരെ താഴ്ന്നപ്പോൾ നിധിവേട്ടയുടെ ഒരു ദിവസമൊക്കെ കുറിച്ചു. അങ്ങനെ എല്ലാം തയ്യാറെടുപ്പൊക്കെ നടത്തി ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിഷ്ണുവിനെ വിളിച്ചിരുന്നു. അപ്പോൾ വിഷ്ണു വരണം, വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അങ്ങനെ വിഷ്ണു അവിടെ വന്നു. അപ്പോഴത്തേക്കും വിഷ്ണു ചോദിച്ചു, സമുദ്രഗുപ്തനോട് ഉള്ള ഒരു മീറ്റിംഗ് ചോദിച്ചു, ഈ നിധി വേട്ടയ്ക്ക് എടുക്കുന്ന ഈ മലവർഗ്ഗക്കാർക്ക്, ഗിരിവർഗ്ഗക്കാർക്ക് ഇവർക്ക് എന്ത് കൊടുക്കണം? അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞു 10 തരാം, പിന്നെ പറഞ്ഞു 5 തരാം, പിന്നെ അങ്ങനെ പറഞ്ഞപ്പം അവസാനം അവരുടെ സേവനം വേണമെങ്കിൽ 2 കൊടുക്കണം, 50-50 കൊടുക്കണം. അപ്പോഴത്തെ വിഷ്ണു ചൂടായേ, അവർക്ക് 50-50 കൊടുക്കാനുള്ള എന്താ കാര്യം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ സമുദ്രഗുപ്തനോട് കയർത്തു. പിന്നെ സമുദ്രം പറഞ്ഞു വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു, അവരാരും വരില്ലായിരുന്നു, അല്ല അവരെ സമ്മതിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് 50-50 കൊടുത്തേ മതിയാവുമോ, അങ്ങനെയാണ് സമ്മതിപ്പിച്ചു തന്നു. പിന്നെ വിഷ്ണു ഒന്നും പറഞ്ഞില്ല, ശരി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനത്തെ ദിവസം എത്തി. അങ്ങനെ നിധി വേട്ടയ്ക്കായി. അപ്പോൾ അവിടെ പന്തൽ ഈ വിഷ്ണുവിനും പരിവാരങ്ങൾക്കും അങ്ങനെ വലിയ ഇങ്ങനെ പുരോഹിതന്മാർക്കൊക്കെ ഇരിക്കാനായിട്ട് ഈ ലേക്കിൻ്റെ ഒരു സൈഡിൽ പന്തലൊക്കെ ഇട്ട് ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി. മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഇത് ഗോത്ര മൂപ്പന്മാർക്ക് മരത്തിൻ്റെ കീഴിലൊക്കെ ഇരിക്കാനായിട്ട് അവരും അവിടെ സീറ്റുകൾ തയ്യാറാക്കി. അങ്ങനെല്ലാം തയ്യാറാക്കി ധാരാളം പട്ടാളക്കാർ അവിടെ 4 വശവും നിയോഗിച്ചു. അവരെല്ലാം സാന്നിധ്യത്തിൽ പിന്നെ ഇവിടെ നിധിവേട്ട തുടങ്ങി. അതായത് ഈ വെള്ളം കോരി മറ്റേ പുതിയതായിട്ടുണ്ടാക്കിയ കുഴിയിലേക്ക് ഒഴുക്കി കളയുക, ഇതായിരുന്നു ഒരു പരിപാടി. അങ്ങനെ അനേകം തൊട്ടികളിൽ വെള്ളം കോരി കളയുന്ന പണി തുടങ്ങി. അങ്ങനെ രാവിലെ തൊട്ട് കോരികളയുന്ന പണി മുഴുവൻ ചെയ്യുന്നത് ഈ ഗിരിവർഗ്ഗക്കാരായിട്ടുള്ള ഇതുപോലെ ഈ ആൾക്കാരാണ്. അങ്ങനെ എല്ലാവരും ഈ പന്തെല്ലാത്തിരുന്നുകൊണ്ട് വളരെ കത്തുന്ന വെയിലാണ്. അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി പിന്നെ അതുപോലെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഒരു വശത്ത് വിഷ്ണുവും സമുദ്രഗുപ്തനും കൊട്ടാരത്തിലെ ആൾക്കാരും, മറുവശത്ത് പുരോഹിതന്മാരും, മറുവശത്ത് ഗോത്രമൂപ്പന്മാർ, ഈ ജോലി ചെയ്യുന്നവർ ഓരോ ഗോത്രത്തിൻ്റെ മൂപ്പന്മാരും അങ്ങനെയുള്ള ആൾക്കാരും അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലും ഇരുന്ന് ഇവരെ എല്ലാത്തിനും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുമ്പോഴത്തേക്കും ഇങ്ങനെ രാവിലെ തൊട്ട് വെള്ളം കോരി ഏതാണ്ട് ഉച്ച കഴിഞ്ഞ സമയമൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളം ഒരുവിധമൊക്കെ വറ്റിയപ്പോഴത്തേക്കും അവിടെ പൂജകളൊക്കെ നടന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പറഞ്ഞാൽ ശരി, അപ്പം നമുക്ക് പെട്ടികളിലൊക്കെ ഏറ്റവും മുകളിൽ കിടക്കുന്ന പെട്ടികളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോഴത്തേക്കും കുറേ പേര് താഴെ ഇറങ്ങി ആ പെട്ടികളൊക്കെ എടുത്ത് വലിയ കൊളുത്തൊക്കെ ഉണ്ടാക്കി ഓരോ പെട്ടി മുകളിലോട്ട് വലിച്ചു കയറ്റാൻ തുടങ്ങി. അങ്ങനെ കയറ്റിയപ്പോഴത്തേക്കും വലിയ ആർപ്പും കുറവേ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ധാരാളം പെട്ടികൾ 1 by 1 ആയിട്ട് വെളിയിൽ എടുത്തിട്ടു. അങ്ങനെ 20-25 തോട്ടുകളിലായി പെട്ടികൾ 1 by 1 ആയിട്ട് വലിച്ചിട്ടപ്പോഴത്തേക്ക് ആ സമയത്ത് വെള്ളം കോരുന്നത് നിർത്തിയിരുന്നു. അപ്പോഴത്തേക്കും 10-25 പെട്ടി വലിച്ചിട്ടപ്പോൾ തന്നെ ഈ വെള്ളം വീണ്ടും വെള്ളം നിറഞ്ഞ് പിന്നെ പെട്ടി കാണാൻ വയ്യാതെയായി. അതായത് പെട്ടെന്നാണ് വെള്ളം, അടിയിലൊക്കെ ഉറവയുണ്ട്, അതുകൊണ്ട് വീണ്ടും നിറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവരെല്ലാം ക്ഷീണിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടി കിടക്കണമെങ്കിൽ പിന്നെ വീണ്ടും വെള്ളം തേടണം. അപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു വെള്ളം വീണ്ടും നിറഞ്ഞു, ഇനി കിടക്കുന്ന പെട്ടിയുടെ മുകളിൽ വെള്ളം നിറഞ്ഞു, ഇനി വീണ്ടും വെള്ളം തേകിയാലേ പെട്ടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വിഷ്ണു എണീറ്റ് കൈകൂട്ടി പറഞ്ഞു, എന്നാൽ നമുക്ക് കുറച്ച് നേരം പണി നിർത്തി വയ്ക്കാം, എല്ലാവരും എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ചിട്ട് വിശ്രമിച്ചിട്ട് വീണ്ടും പണി തുടങ്ങും. കാരണം ഉണ്ടെന്നുള്ളത് തീർച്ചയായല്ലോ, ഇനിയും പെട്ടി ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയായല്ലോ. അതുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ചെയ്യാം, എല്ലാവരും എന്തെങ്കിലുമൊക്കെ പാനീയമൊക്കെ കുടിച്ചിട്ട് ചെയ്യാമെന്നും ഇത് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ ഉണ്ടാക്കിയ പന്തലിനകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവരവിടെ ഒരു വലിയ കുടത്തിനകത്തൊക്കെ കുടിക്കാനുള്ള എന്തൊക്കെയോ ദ്രാവകങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ ആ സ്ത്രീയും അവിടെ പരിവാരങ്ങളും ഉടനെ ചെറിയ ഗ്ലാസ്സുകളിൽ ചെറിയ പാനീയം കൊണ്ട് ഇവരെ വിഷ്ണുവിൻ്റെ അടുത്തേക്കും പുരോഹിതന്മാരുടെ അടുത്തേക്കൊക്കെ വന്നു. അപ്പോഴേക്കും വിഷ്ണു കൈ കാണിച്ചു, വേണ്ട ഞങ്ങൾക്കിപ്പം വേണ്ട, ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യം കൊടുക്കുക, അവരല്ലേ തളർന്നിരിക്കുന്നത്, അവർക്ക് ആദ്യം കൊടുക്കുക, അതിന് അവരെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. ഈ പുരോഹിതന്മാർക്കും ആർക്കും ഇത് കുടിക്കാൻ സമ്മതിച്ചില്ല, കാരണം അവർക്ക് ആദ്യം കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വളരെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയുടെ കൂടെയുള്ള മറ്റനേകം അതുപോലെ തന്നെ സൗന്ദര്യമുള്ള സ്ത്രീകൾ, അവരെല്ലാം കൂടെ വന്ന് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഗ്ലാസ്സുകളിൽ ഈ പാനീയം കൊണ്ടു കൊടുത്തു. ഈ കൊണ്ടു കൊടുത്ത ആൾക്കാരെല്ലാം ഈ സ്ത്രീകളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വീഴ്ചിരുന്നു.
അത്രയ്ക്ക് സൗന്ദര്യമുള്ള സ്ത്രീകളായിരുന്നു ഈ ദ്രാവകം കൊണ്ട് വന്നത്. അപ്പോഴത്തേക്കും ഈ മൂപ്പന്മാർ അവിടെ വേണ്ടിയിരുന്ന മൂപ്പന്മാർക്ക് ചില സംശയങ്ങൾ തോന്നി. ഇവരാരും വെള്ളം കുടിച്ചില്ല, ഈ വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്ന ദ്രാവകം നമുക്ക് കൊണ്ട് തരുന്നുണ്ട്, എല്ലാവർക്കും ജോലി ചെയ്ത ആൾക്കൊണ്ട് തരുന്നുണ്ട്, പക്ഷേ പന്തലിൽ ഇരുന്ന് ഒരുത്തനും ഇത് കുടിക്കുന്നില്ല. അതെന്താ? അപ്പോൾ അവർക്ക് ചെറിയ സംശയം തോന്നി. പെട്ടെന്ന് അവരുടനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു, നിങ്ങൾ കുടിക്കേണ്ടതെന്ന് ചില ആൾക്കാർ. പക്ഷേ ഈ മൂപ്പന്മാർ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതൊന്നും എല്ലാ തൊഴിലാളികളും, ഈ തൊഴിൽ ചെയ്ത എല്ലാ ആൾക്കാരും കണ്ടില്ല. അവരെന്ത് ചെയ്തു? അവർ ഈ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു. അവർ പെണ്ണുങ്ങളെ സൗകര്യം നോക്കിക്കൊണ്ടിരുന്നു. അവർ കൊണ്ടുവന്ന് നോക്കി അവരെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവർ കുടിച്ചു. എന്നാൽ ചില ആൾക്കാർ അങ്ങോട്ട് ഇങ്ങനെ കണ്ണ് കാണിച്ചെടുത്ത് അവർ കുടിക്കണ്ടെന്ന് പറഞ്ഞു. അവരത് കുടിക്കുന്നവരെ അഭിനയിച്ചിട്ട് താഴെ കമഴ്ത്തി കളഞ്ഞു. ചിലരത് കൈ പിടിച്ചിട്ട് നിന്ന് പിന്നെ നമുക്ക് കിടന്നു. അങ്ങനെ ഇരുന്നു. പക്ഷേ ഒത്തിരി ആൾക്കാരും ഇത് കുടിച്ചു. ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുടിച്ചു കഴിഞ്ഞ ഉടനെ അല്പസമയത്തിനുള്ളിൽ തന്നെ കുടിച്ച ആൾക്കാർ പെട്ടെന്ന് ബോധം കെട്ട് വീണ് വായക്കൂടെ നൊരയും പതിയൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ഉടനെ അവരും കുടിക്കാത്ത ആൾക്കാരും അത് കുടിച്ച പോലെ അഭിനയിച്ച് അവരിങ്ങനെ വീണ് കിടന്നു. ഉറങ്ങുന്ന പോലെ അവരും കിടന്നു. അവരും കുടിച്ചിട്ട് ഇതിൻ്റെ എഫക്റ്റ് വന്ന പോലെ അവരും കിടന്നു. ഇതുകൊണ്ട് മൂപ്പന്മാരെല്ലാം ഇതെല്ലാം നോക്കിയിരിക്കുക. അവരും കുടിച്ചു, കുടിക്കുന്ന പോലെ അഭിനയിച്ചു. കുടിച്ചവരുണ്ട്, ബാക്കി കൂടുതൽ ആൾക്കാർ കുടിച്ച പോലെ അഭിനയിച്ചിട്ട് അവരും ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ ഇങ്ങനെ കിടന്നു. ഈ സമയം എല്ലാവരും വീണ് കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞു, ഈ കാണുന്ന സാധനങ്ങളെല്ലാം, ഈ പെട്ടികളെല്ലാം വേഗം രഥത്തിൽ കയറ്റാൻ പറഞ്ഞു. രഥത്തിൽ കയറ്റിയിട്ട് അവരവിടെ നിന്ന് പോകാൻ തുടങ്ങും. അവിടെ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ ഈ ഇത് ഒച്ച ബഹളം കണ്ടപ്പോഴത്തേക്കും ഈ ഉറങ്ങുന്ന പോലെ അഭിനയിച്ച, അല്ലെങ്കിൽ വീണ് ഇറങ്ങുന്ന പോലെ അഭിനയിച്ച ഈ തൊഴിലാളികളെല്ലാം ഉടനെ ചാടി എണീറ്റിട്ട് ഉടനെ ഇവരുടെ നേരെ പാഞ്ഞെടുക്കുകയും ഈ പെട്ടി വണ്ടിയെ കയറ്റുന്നത് അല്ലെങ്കിൽ രഥത്തെ കയറ്റുന്നത് തടയുകയും ചെയ്തു. അങ്ങനെ അവിടെ ഭയങ്കര അടിയായി, കൂട്ടയടിയായി. ഈ കൂട്ടയടിയിൽ പലർക്കും അടി കിട്ടി, പലരും തെറിച്ച് വീണു, പലരും രഥത്തിൽ നിന്ന് പെട്ടികൾ താഴെ വീണു. എന്നിട്ടും ഈ പെട്ടികളെല്ലാം രഥത്തെ കയറ്റിക്കൊണ്ട്, മിക്ക പെട്ടികളും 1-2 പെട്ടി അവിടെ ഇവിടെ വീണ് പോയതല്ലാതെ ബാക്കി പെട്ടികളെല്ലാം രഥത്തെ കയറ്റിക്കൊണ്ട് വിഷ്ണുവും ചന്ദ്രഗുപ്തനും കൂട്ടിലെല്ലാം വളരെ വേഗം അവിടുന്ന് പാഞ്ഞു പോയി. അപ്പോഴത്തേക്ക് ഇവിടെ ഈ മദ്യമായിരുന്നു. ആ മദ്യം കുടിച്ച ആൾക്കാർ വായിൽ നിന്ന് നൊരയും പതയെല്ലാം വന്ന ആൾക്കാർ അവരെല്ലാം മരിച്ചുപോയി. കുറേ ആൾക്കാർ ബോധം കെട്ടു. കുടിക്കാത്തവന്മാർ മാത്രമേ എണീറ്റിരുന്നുണ്ട്. അങ്ങനെ ഉണ്ടായ സംഭവം, അങ്ങനെ വലിയൊരു സംഭവം അവിടെ ഉണ്ടായി. ആ സംഭവം ഉണ്ടായപ്പോഴത്തേക്കും ആദ്യം അന്ന് വന്ന ആ സ്ത്രീ ആദ്യം പണിക്കാർക്ക് കൊടുത്തു, അവരാണ് കുടിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് കൊണ്ടു കൊടുത്ത ആ സ്ത്രീയുടെ പേരാണ് മോഹിനി. അവരുടെ പേര് മോഹിനി എന്നായിരുന്നു. അപ്പം മോഹിനി വളരെ സുന്ദരിയായിരുന്നു. ആ മോഹിനിയുടെ സൗന്ദര്യം നോക്കി നിന്നവന്മാർ ഒന്നും ഈ മൂപ്പന്മാർ കണ്ണ് കാണിച്ചൊന്നും കണ്ടില്ല. അവർ മോഹിനിയെ നോക്കിക്കൊണ്ട് മേടിച്ച് കുടിച്ചു. അവരെല്ലാം മരിച്ചുപോയി. കുടിക്കാത്തവന്മാർ ആരും മരിച്ചില്ല, അവർക്ക് എണീറ്റ് പോയി. അങ്ങനെ അവരെല്ലാം ആ തടാകത്തിൻ്റെ 4 വശങ്ങളിൽ ചുറ്റും കൂടിയിരുന്നു. ധാരാളം ആൾക്കാർ മരിച്ചുപോയി. പകുതി 50-50 തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും കൊടുത്തുമില്ല. ആകെ നഷ്ടം. ഇത്രയും ജോലികൾ ചെയ്ത് വെറുതെയായി. അങ്ങനെ അവർക്ക് അന്ന് കൊടുക്കാൻ കൊടുത്ത സോമമായിരുന്നു. മോഹിനി എല്ലാവർക്കും ഗ്ലാസ്സിൽ കൊണ്ട് കൊടുത്തത് സോമമായിരുന്നു. അത് വിഷം കലിക്കുക സോമമായിരുന്നു. അത് ആ പരിപാടിയെല്ലാം ചെയ്യിച്ചത് വിഷ്ണുവാണ്. ചന്ദ്രഗുപ്തന് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഈ പരിപാടിയെല്ലാം ഒപ്പിച്ചത് വിഷ്ണുവായിരുന്നു. അങ്ങനെ അപ്പോൾ പിന്നെ ഈ തടാകത്തിൽ പൊരിഞ്ഞ ഈ അടിയെല്ലാം നടന്നതിന് ശേഷം അങ്ങനെയും കുറേ ആൾക്കാർക്ക് അവശരായി. അടി നടത്തി, ജോലി ചെയ്തു, കുറേ ആൾക്കാർ മരിച്ചു. ഇതൊക്കെയായിരുന്നു അവർക്ക് കിട്ടിയ ഫലം. ബാക്കി അവർ ഈ കിട്ടിയ നിധി വേട്ട കൊണ്ട് അവർ പോയി. രാവിലെ മുതൽ കഠിനാധ്വാനം ചെയ്ത തൊഴിലാളികൾ 100ഓളം പേർ സോമം കുടിച്ച് വായിൽ നിന്ന് നിറയാൻ പതയം വന്ന് മരിച്ചത് ഒരു വശത്ത്. ചന്ദ്രഗുപ്തൻ്റെ നിധിവേട്ട ലോങ്കവാലിയിലെ ഗിരിവർഗ്ഗക്കാർക്ക് ഒരു ദുരന്തമായി തീർന്നു. അങ്ങനെ അവിടുത്തെ ഗിരിവർഗ്ഗക്കാരുടെ 100 കണക്കിന് ആൾക്കാർ മരിച്ചുപോയി. ധാരാളം പേര് അവശരായി. അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ ഒരു 4 മണി വരെ ജോലി ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. അത് അങ്ങനെ ഒരു ദുരന്തമായിട്ടായിരുന്നു ആ നിധിവേട്ട കഴിഞ്ഞത്. ഇത് അങ്ങനെ AD 340 ഇത് നടന്നത്. AD 340 നടന്ന ഈ സംഭവത്തെയാണ് കൂർമ്മ അവതാരമെന്ന് വിശേഷിപ്പിച്ച ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. എവിടെ എന്ത് കൂർമ്മം? മഹാവിഷ്ണു വെറുതെ അവിടെ ഒരു കസേരയിലിരിക്കുകയായിരുന്നു. അപ്പോൾ അത് മന്ദരപർവ്വതം കൊണ്ട് സമുദ്രത്തിൽ നിധി തേടി അമൃതം എടുക്കുന്നതിന് വേണ്ടി കടയുകയും അപ്പോഴത്തേക്കും ആ മന്ദരപർവ്വതം താഴേക്ക് താന്ന് പോകുമ്പോഴത്തേക്ക് അതിനൊരു തടസ്സമുണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്താൻ വേണ്ടി വിഷ്ണു കൂർമ്മത്തിൻ്റെ അവതാരം, ആമയുടെ അവതാരം എടുത്ത് അവിടെ പോയി നിന്നു. അപ്പം ആമയുടെ പുറത്ത് ഈ മന്ദരപർവ്വതം അവരെ കടന്നതുകൊണ്ടാണ് കടയാൻ പറ്റിയത്, അമൃതം കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കഥ എഴുതിയതാണ്. അമൃതമല്ല, കാശാണ് കിട്ടിയത്, അല്ലെങ്കിൽ ധനമാണ് കിട്ടിയത്. സ്വർണവും രത്നങ്ങളും ഒക്കെയുള്ള ഈ പ്രഷ്യസ് സ്റ്റോണും ഒക്കെ ഉള്ള ഇതാണ് കിട്ടിയത്, അല്ല അമൃതമൊന്നും അല്ല കിട്ടിയത്. അവരെ സംബന്ധിച്ച് അമൃതം ഇതാണ്. അന്ന് രാജ്യം മുന്നോട്ട്
മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണം വേണമായിരുന്നു. അന്ന് ഗതികെട്ട ഒരു കാലമായിരുന്നു. അപ്പം അന്ന് പണം സമ്പാദിക്കാൻ എവിടെന്നെങ്കിലും പണം കണ്ടെത്താൻ നടത്തിയ ഒരു നിധിവേട്ടയായിരുന്നു ഈ ലോങ്കോവാളിലെ ആ തടാകത്തിൽ നടന്നത്. അവിടുന്ന് നിധി കിട്ടി, അല്ലെങ്കിൽ അമൃതം കിട്ടി. അതുകൊണ്ടാണ് പിന്നെ സമുദ്രഗുപ്തൻ്റെ രാജ്യം, ഗുപ്ത സാമ്രാജ്യം പിന്നെ നിലനിന്ന് തന്നെ ഈ പണം കൊണ്ടാണ്. ഇത് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം സ്വർണ്ണ നാണയങ്ങൾ അടിക്കുകയും പിന്നെ ഉടനെ തന്നെ ഒരു അശ്വമേധ യാഗം നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ രാജ്യത്ത് ഈ പണം ഉപയോഗിച്ച് ധാരാളം പുരോഗതികളൊക്കെ ഇദ്ദേഹം നടത്തുന്നുണ്ട്, ഈ സമുദ്രഗുപ്തൻ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമുദ്രഗുപ്തൻ്റെ കാലത്ത് നടന്ന, അതായത് നന്ദ ഡൈനാസ്റ്റി ഒരു തടാകത്തിൽ കൊണ്ടുപോയിട്ട്, ഒരു കുഴിക്കത്ത് കൊണ്ടുപോയിട്ട് സ്വർണ്ണവും നിധികളും അല്ലെങ്കിൽ ഈ വമ്പിച്ച സമ്പത്ത് അത് ഒക്കെ ഒരു നിധിവേട്ട നടത്തി പൊക്കിയെടുക്കാൻ നടത്തിയ ഒരു പരിപാടി. ആ പരിപാടിയാണ് ഇങ്ങനെ ഈ കൂർമ്മ അവതാരമായിട്ട് അല്ലെങ്കിൽ പാലാഴി കടഞ്ഞ് അമൃതെടുത്തുന്ന പേരിലൊക്കെ വലിയ സംഭവമായിട്ട് ചിത്രീകരിച്ച് കൂർമ്മ അവതാരം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി പിടിപ്പിച്ചതാണ് ഈ കൂർമ്മ അവതാരത്തിൻ്റെ കഥ. അതിനെ പാലാഴി കടഞ്ഞ് അമൃതെടുക്കുന്ന വാസുകി എന്ന പാമ്പിൻ്റെ വാലിലും തലയിലും പിടിച്ച് മന്ത്രപ്രദം കടയുന്ന ഭാവനയൊക്കെ ഉണ്ടാക്കി അത് താഴ്ന്നു പോകാതെ ഉറപ്പുള്ള ഒരു പ്രതലത്തിനായി ഒരാമയായി വിഷ്ണു അവതാരമെടുത്തു എന്നൊക്കെ എന്തോ ഇങ്ങനെയൊക്കെയാണ്. അപ്പം രാജാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടത് സമ്പത്താണ്. അതാണ് അവരെ സംബന്ധിച്ച് അമൃത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. രാജാവിനും രാഷ്ട്രീയക്കാർക്കും വേണ്ട അമൃത് സമ്പത്താണ്. ആ സമ്പത്താണ് ഇവിടെ ഈ നിധിവേട്ടയിലൂടെ അവർക്ക് കിട്ടിയത്. അതാണ് ഈ കഥയാണ്. ഇതാണ് ഒരു കഥയായിട്ട് കൂർമാവതാരമായിട്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നത്. ഇനി മറ്റൊരു അവതാരമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.